കാരപ്പറമ്പിലെ രഘുവേട്ടൻ്റെ ചായക്കടയിലാണ് ദീപക് തരമുള്ളത്. ദീപക്, ഗുഡ് മോർണിംഗ്. രഘുവേട്ടൻ്റെ ചായക്കട തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാര്യം? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. 35 വർഷമായി കോഴിക്കോട്ടുള്ള ചായക്കടയാണ്. രഘുവേട്ടൻ്റെ ചായക്കട ഇന്നലെ പൂട്ടിയിരുന്നു, ഗ്യാസ് ഇല്ലാത്ത കാരണം. ഇന്ന് തുറന്നിട്ടുണ്ട്. കോഴിക്കോട് കാരപ്പറമ്പിൽ ഏതാണ്ട് 10ഓളം കടയുണ്ട്. അതിൽ പകുതിയോളം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴത്ത് തന്നെ ഒരു അനുശ്രീ എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടലുണ്ട്, അത് അടഞ്ഞു കിടക്കുന്നു. രഘുവേട്ടൻ്റെ ചായക്കടയിലേക്ക് നമ്മളെ ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരി ഞാനും കൂടി ഒന്ന് കയറുകയാണ്. നല്ല തിരക്കാണ്, കാരണം കടകൾ പാതിയിലേറെ അടഞ്ഞു കിടക്കുന്നു. ആൾക്കാർ രാവിലെ ഒരു ചായയും കടിയും കഴിക്കാൻ വലിയ പെടാപ്പാട് പെടുന്നു. കാരണം ഗ്യാസ് ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാ ഇവിടെ ചായക്കാരൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് രഘുവേട്ടനോട് ചോദിക്കാം. രഘുവേട്ട 10-15 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എത്ര ഗ്യാസ് കുറ്റിയുണ്ട്? കട തുറക്കാൻ നാളെ പറ്റൂല. ഗ്യാസ് വളരെ കുറവാണ്. ഇന്നലെ അടച്ചിട്ടോ? ഇന്നലെ അടച്ചു. ഇന്ന് പിന്നെ കുറച്ച് ഗ്യാസ് ഉണ്ട്. സാധാരണക്കാരെ ആശ്രയിച്ച് വരുന്ന ആൾക്കാരാണ് ചായ കുടിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് തുറന്നു രാവിലെ. ഇതേമാതിരി എപ്പോഴും തിരക്കുണ്ടാകുന്ന കടയാണ്. ഈ പ്രതിസന്ധി യുദ്ധം അവിടെ നിന്ന് കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്തെങ്കിലും തരണം ചെയ്യണം നമ്മളെ ആൾക്കാർ. അല്ലാണ്ട് ഇപ്പോൾ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയാൽ പോയില്ലേ. വലിയൊരു പ്രതിസന്ധിയാണ്. വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത് രഘുവേട്ടൻ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ. പിന്നെന്ത് പറയാൻ, അങ്ങനെ തന്നെയുള്ളൂ. സാധാരണ മനുഷ്യർക്ക് വലിയ പ്രതിസന്ധി ആവുന്നു എന്നുള്ളതാണ്. കാരണം രാവിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ. സാധാരണ മനുഷ്യർ ചായ കുടിക്കാൻ വരുന്നതാണ്. ചേട്ടാ, സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളല്ലേ? ഈ ഒരു യുദ്ധക്കെടുതി കാരണമുള്ള നമ്മൾ അടുക്കളയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അടുക്കളയാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ സർക്കാർ ഇതിന് വേണ്ട ഒരു ഇടപെടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ചേട്ടാ, ചായ ഇങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഇപ്പം ഇത് എത്ര നാൾ കൊടുക്കാൻ പറ്റുന്നുള്ള ആശങ്കയുണ്ടോ? എന്താ പറയാനുള്ളത്? ചേട്ടൻ ഒന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. ഇതാ ഇവിടെ ഒരു അക്കയുണ്ട്. അക്ക சொல்லுங்க. என்ன சொல்லணும்? கேஸ் கேஸ் தான் தீர்ந்து போச்சு. வீட்லயும் கேஸ் இல்லை, எல்லா வீடியும் பூட்டி கிடக்குது. கேஸ் வேணும். உங்கள வீட்டுல எப்படி இருக்கு? எங்க வீட்டில் கேஸ் இல்லை, தீர்ந்து போச்சு. டீசல் வாங்க போனேன், டீசலும் கொடுக்க மாட்டேன்ட்டாங்க. டീസൽ ഇല്ല அப்படின்ட்டாங்க. താങ്ക് യു. ഇതാണ് എസ് കെ എൻ. ഇതാ ഒരു തമിഴ്നാട് സ്വദേശിനിയായ ഒരു തൊഴിലാളി പറയുന്നത്. അവരുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു, അതുകൊണ്ട് കടയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ്. എന്നാൽ കട പാതിയിലേറെ പൂട്ടിക്കിടക്കുന്നു. ഇതാണ് പൊതുവിലുള്ള അവസ്ഥ. ഇത് കോഴിക്കോട് കാരപ്പറമ്പിലെ ഈ കടയിലെ അവസ്ഥ മാത്രമല്ല, രഘുവേട്ടൻ്റെ കടയിൽ മാത്രമല്ല, കേരളത്തിൽ പൊതുവിൽ മിക്കവാറും എല്ലാ കടകളിലും ഇത്തരത്തിൽ പ്രതിസന്ധിയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറയുന്നത് പാതിയിലേറെ കടകൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ഈ കട തന്നെ ഇന്നലെ അടച്ചുപൂട്ടി. കാരണം ഇന്ന് തൽക്കാലം ഗ്യാസ് കിട്ടിയതുകൊണ്ട് തുറന്നതാണ്. നാളെ തുറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമാണ് എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തരമുള്ള. സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും പല ചായക്കടകളും പൂട്ടി, പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് തുടരുന്നു എന്നാണ് നമുക്ക് പൊതുവെ ലഭിക്കുന്ന റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.